ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ ഒരു ഹോട്ടൽ പുതുതായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര പേർക്കറിയാം? കൊച്ചിയിൽ ഇങ്ങനൊരു ഹോട്ടൽ നമ്മുടെ എയർപോർട്ടിന് അകത്ത് തന്നെ വന്നിട്ടുണ്ട് എന്ന് എത്ര പേർക്കറിയാം? വളരെ കുറച്ച് പേർക്കേ അറിയാവുള്ളൂ. കാരണം ഇത് വന്നിട്ട് വെറും 2 മാസമേ ആയിട്ടുള്ളൂ. കൂടാതെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പൂർണ്ണമായും ഇത് ഓപ്പറേഷനിലായിട്ടില്ല. ഇതിൻ്റെ പേരാണ് ഏറ്റവും രസകരം. ഇതിൻ്റെ പേര് 0484. നമ്മുടെ എറണാകുളത്തിൻ്റെ ഡയലിംഗ് കോഡായ 0484 ആണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ ഒരു പേര് ആരും സാധാരണ ഇടത്തില്ലല്ലോ. ഹോട്ടലിലോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ കേരള തനിമയിൽ ആന എഴുന്നള്ളി നിൽക്കുന്നത് പോലെ 4 ആനകളുടെ വളരെ മനോഹരമായ പ്രതിമകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിനകത്ത് ഉള്ള 10 ആനകൾ പോലെ തന്നെ വളരെ മനോഹരമായ ഈ ആനകൾ നമ്മളെ ഈ ഹോട്ടലിലേക്ക് വരവേൽക്കുന്നതാണ്. നമുക്കേതായാലും ഇനി ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതിമനോഹരമായ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പോലെയാണ് ഈ ഹോട്ടൽ കാണപ്പെടുന്നത്. കയറിയ ഉടനെ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ട്. ജസ്റ്റ് ലൈക്ക് നമ്മൾ എയർപോർട്ടിലെത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട സെക്യൂരിറ്റി ചെക്കപ്പ് പോലെ തന്നെ ഇവിടെയും ഒരു സെക്യൂരിറ്റി ചെക്കപ്പുണ്ട്. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു റിസപ്ഷൻ ഏരിയയാണ്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ വളരെ മനോഹരമായ ചെയേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് വർക്ക് സ്റ്റേഷൻ വയ്ക്കാനുള്ള സ്ഥലങ്ങൾ, നടുക്ക് നല്ലൊരു ഫൗണ്ടൻ, അങ്ങനെ നമുക്കിരുന്ന് സ്വസ്ഥമായി ജോലി ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല ലൈറ്റിങ്സും വളരെ നല്ല ഇൻറ്റീരിയേഴ്സും കളർ സെലക്ഷനുമാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ ഈ ഹോട്ടൽ സാധാരണ യൂസ് ചെയ്യുന്നത് ഇതുവഴി പാസ് ചെയ്യുന്ന ട്രാൻസിറ്റ് പാസഞ്ചേഴ്സാണ്. പ്രത്യേകിച്ച് ഞാനിത് യൂസ് ചെയ്തത് ഞാൻ പുറത്ത് ഒരു ട്രാവൽ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ്. ഞാൻ ഇവിടെ ബുക്ക് ചെയ്യുകയും ഇവിടുത്തെ ഫെസിലിറ്റി ഒന്ന് കാണുകയും ചെയ്യാം എന്ന് വിചാരിച്ചത്. ഇത് വളരെ സൗകര്യമാണ്. സാധാരണ നമ്മളൊരു ഹോട്ടലിൽ പോയാൽ ഒരു ദിവസത്തെ റൂം റേറ്റ് കൊടുത്താലേ നമുക്കവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് റൂം കാണാം. റൂം കാണാൻ അകത്തേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു കോറിഡോറാണ്. വളരെ സോഫ്റ്റായ കാർപ്പറ്റാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബ്രാൻഡ് ന്യൂ ആയതുകൊണ്ട് ഈ ഒരു പെയിൻറ്റിൻ്റെ സ്മെല്ല് പോലും ഇപ്പോൾ മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 6 മണിക്കൂർ, 12 മണിക്കൂർ, 24 മണിക്കൂർ അങ്ങനെ പല റേറ്റിൽ നമുക്ക് ഒരു റൂം ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് എപ്പോഴാണ് നമുക്ക് പോകേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ റേറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് റൂമിൻ്റെ അകത്തേക്ക് കയറാം. വളരെ വിശാലമായ ഒരു റൂമാണ്. സാധാരണ നമ്മൾ കാണുന്ന ഒരു ഹോളിഡേ ഇന്നിലോ അല്ലെങ്കിൽ ക്രൗൺ പ്ലാസയിലോ ഒക്കെ കാണുന്ന പോലെ അത്ര തന്നെ വലിപ്പമുള്ള ഒരു റൂമാണ്. ഇത് സ്റ്റാൻഡേർഡ് റൂമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഇതിൽ കുറച്ചുകൂടെ വലിയ റൂമും ഇവിടെ അവൈലബിൾ ആണ്. ട്വിൻ ബെഡ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ബെഡും കൂടെ ഇടാനുള്ള സൗകര്യങ്ങളോടുണ്ട്. അതുപോലെ തന്നെ വളരെ ക്ലീനാണ്. നിങ്ങൾക്ക് കാണാം, ഇത് 2 മാസമേ ആയിട്ടുള്ളൂ തുറന്നിട്ട്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ, വളരെ സ്പാർക്ലിംഗ് ആയിട്ടുള്ള ടാപ്പുകളും അതുപോലെ തന്നെ ടോയ്ലറ്റ് എക്യുപ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കാണാം. നല്ല ലൈറ്റിംഗ് ആണ്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, ഒരു ആധുനിക ഹോട്ടലിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഒരു പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. കാരണം ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അത് ഉടൻ തന്നെ തുടങ്ങുമെന്ന് അവർ പറഞ്ഞു. മിക്കവാറും ഒരു 2 മാസത്തിനകം ഇത് ഫുള്ളി ഫങ്ഷണലാവും. കാര്യം ഇതൊരു ട്രാൻസിറ്റ് എയർപോർട്ട് ഹോട്ടലായതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും വേണമെന്നില്ലല്ലോ. ലൈക്ക് ഒരു ജിമ്മോ അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് റെസ്റ്റോറൻറ്റോ ആവശ്യം ഇവിടെ ഇല്ല. അതുകൂടാതെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ എയർപോർട്ടിൻ്റെ ഫുഡ് കോർട്ട് ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്. ഒരു 5 മിനിറ്റ് പോലും ഇല്ല, ഒരു 3 മിനിറ്റ് നടന്നാൽ ഒരു 50 മീറ്റർ അകലെ നമുക്കൊരു ഫുഡ് കോർട്ടുണ്ട്. അവിടെ എല്ലാത്തരം ലൈക്ക് അറബിക്ക്, ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അതുപോലെ തന്നെ കോഫി ഷോപ്പ്, ജ്യൂസ് ഷോപ്പ് എല്ലാമുള്ള മനോഹരമായ നല്ല ഒരു ഫുഡ് കോർട്ട് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എയർപോർട്ട് വഴി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾ 0484 നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ, നമസ്കാരം.